ഏറ്റവും പ്രധാനപ്പെട്ട 12 എക്സൽ ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. എക്സൽ ഫംഗ്ഷൻ എന്ന വാക്ക് മുൻപരിചയമില്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള എക്സൽ ഫോമുലയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, രണ്ടോ അതിലധികമോ സംഖ്യകളുടെ സമ്മ് കണ്ടെത്താൻ സഹായിക്കുന്ന പ്രീഡിഫൈൻഡ് എക്സൽ ഫോമുലയാണ് സം ഫംഗ്ഷൻ. ആവറേജ് കണ്ടെത്താൻ സഹായിക്കുന്ന പ്രീഡിഫൈൻഡ് എക്സൽ ഫോമുലയാണ് ആവറേജ് ഫംഗ്ഷൻ. ഇങ്ങനെ 400-ലധികം പ്രീഡിഫൈൻഡ് ഫോമുലാസ് അഥവാ ഫംഗ്ഷൻസ് എക്സലിലുണ്ട്. അവയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 12 എക്സൽ ഫംഗ്ഷൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യത്തേത് സം ഫംഗ്ഷൻ. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ആകെത്തുക അഥവാ ടോട്ടൽ കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് സം. 10, 30, 20 ഈ 3 സംഖ്യകളുടെ ടോട്ടൽ ഈ സെല്ലിലേക്ക് കിട്ടണമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, ഈക്വൽ സം എന്ന് ടൈപ്പ് ചെയ്യുക, SUM ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ടോട്ടൽ കണ്ടെത്തേണ്ടുന്ന ആദ്യത്തെ സംഖ്യ ടൈപ്പ് ചെയ്യുക 10, രണ്ടാമത്തെ സംഖ്യ ടൈപ്പ് ചെയ്യുക 30, മൂന്നാമത്തെ സംഖ്യ 20, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. 10, 30, 20 ഈ 3 സംഖ്യകളുടെ ടോട്ടൽ ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ കൂടെ 15 എന്ന സംഖ്യ കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഫോമുല ബാറിൽ വന്നിട്ട് 20-ന് ശേഷം ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യേണ്ടുന്ന സംഖ്യ ടൈപ്പ് ചെയ്യുക 15, എൻ്റർ കീ പ്രസ് ചെയ്യുക. 10, 30, 20, 15 ഈ 4 സംഖ്യകളുടെ ടോട്ടൽ ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി 75. ഇവിടെ ഇപ്പോൾ ടോട്ടൽ കണ്ടെത്തേണ്ടുന്ന സംഖ്യകൾ സം ഫംഗ്ഷനുള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇതിനു പുറമെ ഈ വർക്ക്ഷീറ്റിലെ മൾട്ടിപ്പിൾ സെല്ലുകളുള്ള സംഖ്യകളുടെ ടോട്ടൽ സം ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയെന്ന് നോക്കാം. ഈ 3 സെല്ലുകളുള്ള സംഖ്യകളുടെ ടോട്ടൽ ഈ സെല്ലിലേക്ക് കിട്ടാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ സം ഫംഗ്ഷൻ. ടോട്ടൽ കണ്ടെത്തേണ്ടുന്ന സംഖ്യകളുള്ള ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ സെല്ല്, മൂന്നാമത്തെ സെല്ല്, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ 3 സെല്ലുകളുള്ള സംഖ്യകളുടെ ടോട്ടൽ ഈ സെല്ലിലേക്ക് നമുക്ക് കിട്ടി. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഈ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം. ഉദാഹരണത്തിന് ഈ സെല്ലിലെ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യുന്നു 115. അതിനനുസരിച്ച് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. സം ഫംഗ്ഷന് മറ്റ് ചില ഉപയോഗങ്ങളോട് നോക്കാം. കൊച്ചി, ഹൈദരാബാദ്, മുംബൈ എന്നീ നഗരങ്ങളിൽ ബിസിനസ്സുള്ളൊരു കമ്പനിയുടെ ഒരു വർഷത്തെ സെയിൽസ് ഡേറ്റയാണ് ഈ കാണുന്നത്. അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങി ഡിസംബർ വരെയുള്ള 12 മാസങ്ങളിൽ ഈ ഓരോ നഗരത്തിലും നടന്ന സെയിൽസിൻ്റെ എമൗണ്ട് ഇവിടെ കാണാം. ഈ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ആദ്യത്തെ ചോദ്യം, ടോട്ടൽ സെയിൽസ് ഫ്രം ഹൈദരാബാദ്. അതായത് ഹൈദരാബാദ് നഗരത്തിൽ ആകെ മൊത്തം എത്ര രൂപയുടെ സെയിൽ നടന്നു എന്നുള്ളത് കണ്ടെത്തണം. അതിനുവേണ്ടി ഈക്വൽ സം ഫംഗ്ഷൻ. ഹൈദരാബാദ് നഗരത്തിൽ നടന്ന സെയിൽസിൻ്റെ എമൗണ്ട് ഉള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യാം, എൻ്റർ. നോക്കുക, ടോട്ടൽ സെയിൽസ് ഫ്രം ഹൈദരാബാദ് നമുക്ക് കിട്ടി. അടുത്തത് ടോട്ടൽ സെയിൽസ് ഇൻ ജാനുവരി. കൊച്ചി, ഹൈദരാബാദ്, മുംബൈ ഈ 3 നഗരങ്ങളിലെ ജാനുവരി മാസത്തെ ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് കണ്ടെത്താനായിട്ട് ഈക്വൽ സം ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ജാനുവരി മാസത്തെ എമൗണ്ട് ഉള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, എൻ്റർ. അടുത്തത് ടോട്ടൽ സെയിൽസ് ഫ്രം കൊച്ചിൻ ആൻഡ് മുംബൈ. കൊച്ചി നഗരത്തിലും മുംബൈ നഗരത്തിലും നടന്ന ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് കണ്ടെത്തണം. അതിനുവേണ്ടി ഈക്വൽ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കൊച്ചി നഗരത്തിൽ നടന്ന സെയിൽസിൻ്റെ എമൗണ്ട് ഉള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക, മുംബൈ നഗരത്തിൽ നടന്ന സെയിൽസിൻ്റെ എമൗണ്ട് ഉള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. അടുത്തത് ടോട്ടൽ സെയിൽസ് ഫ്രം കൊച്ചിൻ, ഹൈദരാബാദ് ആൻഡ് മുംബൈ. അതായത് ഈ 3 നഗരങ്ങളിലും കൂടെ ആകെ മൊത്തം എത്ര രൂപയുടെ സെയിൽ നടന്നു എന്നുള്ളത് കണ്ടെത്തണം. അതിനുവേണ്ടി ഈക്വൽ സം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക, എൻ്റർ. ശ്രദ്ധിക്കുക, ഇവിടെ ഏതെങ്കിലും ഒരു സെല്ലിലെ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കറസ്പോണ്ടിങ് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് ജാനുവരി മാസത്തെ ഹൈദരാബാദിലെ സെയിൽസ് എമൗണ്ട് ഞാൻ ചേഞ്ച് ചെയ്യുന്നു 15, എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നോക്കുക
റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഓട്ടോമാറ്റിക്കായിട്ട് സം ഫംഗ്ഷൻ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്ന എല്ലാ കോളങ്ങളിലെയും വാല്യൂസിൻ്റെ ടോട്ടൽ ഈ സെല്ലുകളിലേക്ക് കിട്ടാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. കീബോർഡിലെ ഓൾട്ട് കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈക്വൽ എന്ന കീ പ്രസ് ചെയ്യുക. ഓൾട്ട് ഈക്വൽ. നോക്കുക, നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ സെല്ലുകളിലും സം ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഇതുപോലെ വരികളുടെ ടോട്ടൽ ഈ കോളത്തിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഓൾട്ട് ഈക്വൽ. ആവറേജ് ഫംഗ്ഷൻ രണ്ടോ അതിലധികമോ സംഖ്യകളുടെ അരിത്തമെറ്റിക് മീൻ അഥവാ ശരാശരി കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് ആവറേജ്. കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പരീക്ഷകൾക്ക് നേടിയ സ്കോറുകളാണ് ഈ കാണുന്നത്. ചില വിദ്യാർത്ഥികൾ ചില പരീക്ഷകൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. കറസ്പോണ്ടിങ് സെല്ലുകൾ ബ്ലാങ്ക് ആയിട്ട് വിട്ടിരിക്കുന്ന കാണാം. ഇനി ഈ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ശ്രദ്ധിക്കുക. ആദ്യത്തേത് കെമിസ്ട്രി എക്സാമിൻ്റെ ആവറേജ് സ്കോർ. കെമിസ്ട്രി പരീക്ഷ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് കണ്ടെത്താനായിട്ട് ഈക്വൽ ആവറേജ് എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കെമിസ്ട്രി പരീക്ഷയുടെ മാർക്കുകൾ കൊടുത്തിരിക്കുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. നോക്കുക, കെമിസ്ട്രി പരീക്ഷ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ ശരാശരി മാർക്ക് നമുക്ക് കിട്ടി. ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം 3 അക്കങ്ങൾ വന്നിരിക്കുന്ന കാണാം. ഡെസിമൽ പോയിന്റിന് ശേഷം വരുന്ന അക്കങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് സെൽസ്, നമ്പർ. ഈ കാണുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഡെസിമൽ പ്ലേസസിൻ്റെ എണ്ണം നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. 5 നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 5 അക്കങ്ങളുണ്ടാവും. ഇനി 2 മതിയെങ്കിൽ 2. ഓക്കെ. ഫിസിക്സ് പരീക്ഷ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികളുടെ ആവറേജ് സ്കോർ കണ്ടെത്താനായിട്ട് ഈക്വൽ ആവറേജ്. ഫിസിക്സ് എക്സാമിൻ്റെ സ്കോറുകളുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. എൻ്റർ. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ആവറേജ് ഫംഗ്ഷൻ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബ്ലാങ്ക് സെല്ലുകളെ ഒഴിവാക്കും. അതേസമയം ഈ ബ്ലാങ്ക് സെല്ലുകളിൽ 0 ഉണ്ടെങ്കിൽ ആ 0 കൂടെ കൺസിഡർ ചെയ്തിട്ടാകും ആവറേജ് ഫംഗ്ഷൻ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഈ സെല്ലിൽ ഞാൻ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് മാറിയത് കാണാം. വീണ്ടും 0. റിസൾട്ട് വീണ്ടും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി നവീൻ എന്ന വിദ്യാർത്ഥിയുടെ ആവറേജ് സ്കോർ കണ്ടെത്താനായിട്ട് ഈക്വൽ ആവറേജ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നവീൻ്റെ സ്കോറുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക. എൻ്റർ. കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ അക്ഷരങ്ങളെയും വാക്കുകളെയും സംഖ്യകളെയും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ യോജിപ്പിക്കാൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് കോൺകാറ്റിനേറ്റ്. വളരെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നിവയാണ് ഈ 2 കോളങ്ങളിൽ കാണുന്നത്. ഇനി ഈ ഓരോ ആളുടെയും ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നിവ കമ്പൈൻ ചെയ്ത് ഫുൾ നെയിം ആക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രിസ്റ്റഫർ എന്ന ഫസ്റ്റ് നെയിമും നോളൻ എന്ന ലാസ്റ്റ് നെയിമും കമ്പൈൻ ചെയ്യാനായിട്ട് ഈക്വൽ കോൺകാറ്റിനേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. നോക്കുക, കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഫംഗ്ഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. കോൺകാറ്റിനേറ്റ് സെലക്ട് ചെയ്യുന്നു. കോൺകാറ്റിനേറ്റ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് ഈ കാണുന്നത്. അതായത് ഫംഗ്ഷനുള്ളിലേക്ക് എങ്ങനെ ഇൻപുട്ട് കൊടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ. ആദ്യത്തെ ഇൻപുട്ട് ടെക്സ്റ്റ് 1, അതായത് കമ്പൈൻ ചെയ്യേണ്ടുന്നവയിലെ ആദ്യത്തെ ടെക്സ്റ്റ്. ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു. കോമ ടെക്സ്റ്റ് 2, അതായത് കമ്പൈൻ ചെയ്യേണ്ടുന്നവയിലെ രണ്ടാമത്തെ ടെക്സ്റ്റ്. ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ. ക്രിസ്റ്റഫർ, നോളൻ എന്നീ 2 പേരുകൾ കമ്പൈൻ ചെയ്യപ്പെട്ടാൽ കാണാം. എന്നാൽ നമ്മൾ ഫുൾ നെയിം എഴുതുമ്പോൾ ഫസ്റ്റ് നെയിമിനും ലാസ്റ്റ് നെയിമിനും ഇടയിൽ ഒരു സ്പേസ് കൂടെ ഉണ്ടാകും. ക്രിസ്റ്റഫർ എന്ന ഫസ്റ്റ് നെയിമും നോളൻ എന്ന ലാസ്റ്റ് നെയിമും ഇടയിലൊരു സ്പേസ് കൊടുത്തുകൊണ്ട് യോജിപ്പിക്കാനായിട്ട് ഈ ഫോർമുല ഡിലീറ്റ് ചെയ്യുന്നു. ഈക്വൽ കോൺകാറ്റിനേറ്റ് ടെക്സ്റ്റ് 1, ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക. കോമ ടെക്സ്റ്റ് 2, ഫസ്റ്റ് നെയിമിന് ശേഷം സ്പേസ് കിട്ടാനായിട്ട് ഡബിൾ കോട്ട്സ്, സ്പേസ്, ഡബിൾ കോട്ട്സ്, കോമ. അടുത്ത ഇൻപുട്ട് ടെക്സ്റ്റ് 3, ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക.
എൻ്റർ. നോക്കുക, ക്രിസ്റ്റഫർ, അത് കഴിഞ്ഞൊരു സ്പേസ്, നോളൻ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി ഈ പേരുകൾക്ക് മുന്നിൽ ഒരു മിസ്റ്റർ കൂടെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഈക്വൽ, കോൺകാറ്റിനേറ്റ്, ടെക്സ്റ്റ് 1 ഡബിൾ കോട്ട്സ് മിസ്റ്റർ സ്പേസ് ഡബിൾ കോട്ട്സ് കോമ ടെക്സ്റ്റ് 2 ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ ഫസ്റ്റ് നെയിമിന് ശേഷം സ്പേസ് കിട്ടാനായിട്ട് ഡബിൾ കോട്ട്സ് സ്പേസ് ഡബിൾ കോട്ട്സ്, കോമ ടെക്സ്റ്റ് 4 ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, എൻ്റർ. നോക്കുക, പേരിന് മുന്നിൽ മിസ്റ്റർ ആഡ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെയുള്ളൊരു പേര് ഞാൻ ചേഞ്ച് ചെയ്യാണ്. അതിനനുസരിച്ച് റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഈ കാണുന്ന ഓരോ പേരുകൾക്ക് മുന്നിൽ, അതായത് ഈ ഓരോ ലാസ്റ്റ് നെയിമിന് മുന്നിൽ ഈ കോളത്തിലുള്ള ലക്കി നമ്പർ ആഡ് ചെയ്യാനായിട്ട് ഈക്വൽ, കോൺകാറ്റിനേറ്റ്, ആദ്യത്തെ ഇൻപുട്ട് ടെക്സ്റ്റ് 1, പേരിന് മുന്നിലാണ് നമുക്ക് ലക്കി നമ്പർ വേണ്ടത്, നമ്പർ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ ഡബിൾ കോട്ട്സ് സ്പേസ് ഡബിൾ കോട്ട്സ്, കോമ ലാസ്റ്റ് നെയിം കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. കൗണ്ടിഫ് ഫംഗ്ഷൻ ഒരു വർക്ക്ഷീറ്റിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകളുടെ എണ്ണം കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് കൗണ്ടിഫ്. ഈ ടേബിളും ശ്രദ്ധിക്കുക. ആമസോൺ പോലെ ഒരു ഇ കൊമേഴ്സ് സ്റ്റോറിലെ പാക്കേജ് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഈ ടേബിളിലെ സ്റ്റാറ്റസ് എന്ന മൂന്നാമത്തെ കോളത്തിൽ ഡെലിവേർഡ്, ക്യാൻസൽഡ്, പെൻഡിങ് എന്നീ വാക്കുകൾ പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാണാം. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത് കണ്ടെത്തണമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് പെൻഡിങ് എന്ന വാക്ക്. പെൻഡിങ് എന്ന വാക്ക് ഈ കോളത്തിൽ എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത് കൗണ്ടിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എത്ര ഓർഡർ പെൻഡിങ് ആണെന്നുള്ളതിൻ്റെ ഉത്തരമാണത്. അതുപോലെ തന്നെ ഡെലിവേർഡ് എന്ന വാക്ക് ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തി കഴിഞ്ഞാൽ എത്ര ഓർഡർ ഡെലിവർ ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. പെൻഡിങ് എന്ന വാക്ക് ഈ കോളത്തിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ, കൗണ്ടിഫ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. കൗണ്ടിഫ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് ഈ കാണുന്നത്. ആദ്യത്തെ ഇൻപുട്ട് റേഞ്ച്, രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ. നമുക്കിവിടെ പെൻഡിങ് എന്ന വാക്കിൻ്റെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ പെൻഡിങ് എന്ന വാക്കാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇനി ഈ കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഓരോ പാക്കേജിൻ്റെയും സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ള ഈ സെല്ലുകളിലാണ്. അതായത് ഈ കാണുന്ന സെല്ലുകളാണ് റേഞ്ച് എന്ന ഒന്നാമത്തെ ഇൻപുട്ട്. റേഞ്ച് എന്ന ഒന്നാമത്തെ ഇൻപുട്ടിന് വേണ്ടി സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ. പെൻഡിങ് എന്ന വാക്കാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഡബിൾ കോട്ട്സ് പെൻഡിങ് ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, പെൻഡിങ് എന്ന വാക്ക് ഈ കോളത്തിൽ എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കിവിടെ കിട്ടി, 2. അതേസമയം ക്യാൻസൽഡ് എന്ന വാക്കിൻ്റെ എണ്ണമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഫോർമുല ബാറിൽ വന്നിട്ട് പെൻഡിങ്ങിന് പകരം ക്യാൻസൽ എന്ന വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോക്കുക, എത്ര ഓർഡർ ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ എണ്ണം നമുക്ക് കിട്ടി, 4. ഇവിടെ ഇപ്പോൾ കൗണ്ടിഫ് ഫംഗ്ഷന് വേണ്ടുന്ന ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇതിന് പകരം സെൽ റെഫറൻസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ കാണുന്ന സെല്ലിൽ പറഞ്ഞിട്ടുള്ള വാക്ക് ഈ കോളത്തിൽ എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ, കൗണ്ടിഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഒന്നാമത്തെ ഇൻപുട്ട് റേഞ്ച്, ഡെലിവറി സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ, ക്യാൻസൽഡ് എന്ന വാക്കാണ് ക്രൈറ്റീരിയ, ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഡെലിവേർഡ് എന്ന വാക്കിൻ്റെ എണ്ണമാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഈ സെല്ലിൽ ഡെലിവേർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോക്കുക, എത്ര ഓർഡർ ഡെലിവറി ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്ക് കിട്ടി. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റിൻ്റെ എണ്ണം മാത്രമല്ല സംഖ്യകളുടെ എണ്ണവും കൗണ്ടിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ എമൗണ്ട് എന്ന കോളത്തിൽ കുറച്ചധികം സംഖ്യകൾ കൊടുത്തിരിക്കുന്ന കാണാം. ഇവയിൽ 10,000 മുകളിലുള്ള സംഖ്യകളുടെ എണ്ണം കണ്ടെത്താനായിട്ട് ഈക്വൽ, കൗണ്ടിഫ്, ഒന്നാമത്തെ ഇൻപുട്ട് റേഞ്ച്, സംഖ്യകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ
രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ. ഗ്രേറ്റർ ദാൻ 10,000 ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ. ഡബിൾ കോട്ട്സ് ഗ്രേറ്റർ ദാൻ 10,000 ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, 10,000-ന് മുകളിലുള്ള സംഖ്യകളുടെ എണ്ണം നമുക്ക് കിട്ടി. ഇവിടെ ഒരു സംഖ്യ ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഞാൻ വരുത്തിയ മാറ്റത്തിനനുസരിച്ച് ഫോർമുലയുടെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. സം ഇഫ് ഫംഗ്ഷൻ. ഒരു വർക്ക്ഷീറ്റിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സെല്ലുകൾക്ക് നേരെയുള്ള സെല്ലുകളിലെ സംഖ്യകളുടെ ടോട്ടൽ കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് സം ഇഫ്. ഈ ടേബിളും ശ്രദ്ധിക്കുക. കഴിഞ്ഞ 3 മാസങ്ങളിൽ വിവിധ സോഴ്സുകളിൽ നിന്ന് എനിക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഓഗസ്റ്റ് 1-ാം തീയതി സാലറി 40,000, അടുത്ത ദിവസം ട്രേഡിങ്ങിൽ നിന്ന് 15,000, ഡിവിഡൻഡ് 5,000, വീണ്ടും സെപ്റ്റംബർ മാസം സാലറി 40,000, ഫ്രീലാൻസിങ് 50,000, ഒക്ടോബർ മാസം സാലറി 40,000. ഇനി ഈ ടേബിളിൽ നിന്ന് സാലറി ഇനത്തിൽ ടോട്ടൽ എത്ര തുക ലഭിച്ചു എന്നുള്ളത് കണ്ടെത്തണമെന്ന് വിചാരിക്കുക. സം ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്കതിന് സാധിക്കും. എങ്ങനെ നോക്കാം. ഈക്വൽ സം ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സം ഇഫ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണ് ഈ കാണുന്നത്. ആദ്യത്തെ ഇൻപുട്ട് റേഞ്ച്, രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ, മൂന്നാമത്തെ ഇൻപുട്ട് സം റേഞ്ച്. ഇവിടുത്തെ ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ എന്നത് സാലറി എന്ന വാക്കാണ്. സാലറി എന്ന വാക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ട്രാൻസാക്ഷൻ്റെ പേരുകൾ കൊടുത്തിട്ടുള്ള ഇൻകം എന്ന കോളത്തിലാണ്. സോ റേഞ്ച് എന്ന ഒന്നാമത്തെ ഇൻപുട്ടിന് വേണ്ടി ട്രാൻസാക്ഷൻ്റെ പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ, സാലറിയാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ, ഡബിൾ കോട്ട്സ് സാലറി ഡബിൾ കോട്ട്സ്, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് സം റേഞ്ച്, എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, സാലറി ഇനത്തിൽ ടോട്ടൽ എത്ര തുക ലഭിച്ചു എന്നുള്ളത് ഇവിടെ കിട്ടി. ഇനി ഡിവിഡൻഡ് ഇനത്തിൽ എത്ര തുക ലഭിച്ചു എന്നുള്ളതാണ് കണ്ടെത്തേണ്ടതെങ്കിൽ ഫോർമുല ബാറിൽ വന്നിട്ട് സാലറിക്ക് പകരം ഡിവിഡൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നോക്കുക, ഡിവിഡൻഡായിട്ട് ലഭിച്ച തുകയുടെ ടോട്ടലാണത്. ഇവിടെ ഇപ്പോൾ ക്രൈറ്റീരിയ നമ്മൾ സം ഇഫ് ഫംഗ്ഷനുള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇനി ഇതിന് പകരം ക്രൈറ്റീരിയ അഥവാ കണ്ടീഷൻ ഒരു സെല്ലിൽ എഴുതിയിട്ട് ആ സെല്ലിൻ്റെ അഡ്രസ്സ് സം ഇഫ് ഫോമിലേക്കുള്ളിൽ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെ നോക്കാം. ഡിവിഡൻഡായിട്ട് ടോട്ടൽ എത്ര തുക കിട്ടി എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ സം ഇഫ്, ഒന്നാമത്തെ ഇൻപുട്ട് റേഞ്ച്, ട്രാൻസാക്ഷൻ്റെ പേരുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ, ഡിവിഡൻഡാണ് ക്രൈറ്റീരിയ, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് സം റേഞ്ച്, എമൗണ്ട് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, ഡിവിഡൻഡായിട്ട് കിട്ടിയ എമൗണ്ട്സിൻ്റെ ടോട്ടലാണത്. ഇനി സാലറിയുടെ ടോട്ടലാണ് വേണ്ടതെങ്കിൽ ഡിവിഡൻഡിൻ്റെ പകരം സാലറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടെക്സ്റ്റിൽ മാത്രമല്ല സംഖ്യകളിലും സം ഇഫ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ കാണുന്ന സംഖ്യകളിൽ 30,000-ന് മുകളിലുള്ള സംഖ്യകളുടെ ടോട്ടൽ കണ്ടെത്താനായിട്ട് ഈക്വൽ സം ഇഫ് റേഞ്ച് എന്ന ഒന്നാമത്തെ ഇൻപുട്ട്, എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ക്രൈറ്റീരിയ, 30,000-ന് മുകളിൽ, അതായത് ഗ്രേറ്റർ ദാൻ 30,000 ആണ് ഇവിടുത്തെ ക്രൈറ്റീരിയ, ഡബിൾ കോട്ട്സ് ഗ്രേറ്റർ ദാൻ 30,000 ഡബിൾ കോട്ട്സ്, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് സം റേഞ്ച്, വീണ്ടും എമൗണ്ട്സ് കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. 30,000-ന് മുകളിലുള്ള സംഖ്യകളുടെ ടോട്ടൽ നമുക്ക് കിട്ടി. ഇഫ് ഫംഗ്ഷൻ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് റിസൾട്ടായിട്ട് കിട്ടുന്ന ഒരു ലോജിക്കൽ ടെസ്റ്റ് നടത്തിയ ശേഷം ആ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന ആക്ഷൻസ് പെർഫോം ചെയ്യുന്ന എക്സൽ ഫംഗ്ഷനാണ് ഇഫ്. കുറച്ച് ആളുകൾക്കെങ്കിലും ഈ ഒരു വിശദീകരണം അല്പം കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. സോ വളരെ പെട്ടെന്ന് ഇഫ് ഫംഗ്ഷൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് നോക്കാം. കുറച്ച് വിദ്യാർത്ഥികൾ ഒരു പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകളാണ് ഈ കാണുന്നത്. ഏറ്റവും കുറഞ്ഞത് 60 മാർക്കെങ്കിലും നേടിയ ആളുകളെയാണ് പാസ്സായതായിട്ട് കണക്കാക്കുക. ഈ ഓരോ ആളിൻ്റെയും സ്കോർ ചെക്ക് ചെയ്ത് ആ സ്കോർ 60-ഓ 60-നേക്കാൾ മുകളിലോ ആണെങ്കിൽ പാസ്സെന്നും,
സ്കോർ 60നേക്കാൾ താഴെയാണെങ്കിൽ ഫെയിൽ എന്നും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈക്വൽ ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോക്കുക, 3 ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് ഇഫ് ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക. ഒന്നാമത്തെ ഇൻപുട്ട് ലോജിക്കൽ ടെസ്റ്റ്. ഇവിടെ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അഥവാ ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. രാഹുൽ രമേശ് എന്ന വിദ്യാർത്ഥിയുടെ സ്കോർ 60നേക്കാൾ താഴെയാണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈ സ്കോർ 60നേക്കാൾ താഴെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് സ്കോർ കൊടുത്തിട്ടുള്ള സെൽ സെലക്ട് ചെയ്യുക, ലെസ് ദാൻ 60, രണ്ടാമത്തെ ഇൻപുട്ട് വാല്യൂ ഇഫ് ട്രൂ. അതായത് ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഫോമിൽ നമുക്ക് തിരിച്ചു തരേണ്ടുന്ന വാല്യൂ. ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സ്കോർ 60നേക്കാൾ താഴെയാണെന്നുള്ളതാണ്. സ്കോർ 60നേക്കാൾ താഴെയാണെങ്കിൽ വിദ്യാർത്ഥി ഫെയിലായി. ഫെയിൽ എന്നാണ് ഫോമുല നമുക്ക് തിരിച്ചു തരേണ്ടത്. ഡബിൾ കോട്ട്സ് ഫെയിൽ, ഡബിൾ കോട്ട്സ്, മൂന്നാമത്തെ ഇൻപുട്ട് വാല്യൂ ഇഫ് ഫോൾസ്. ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ ഫോമുല നമുക്ക് തിരിച്ചു തരേണ്ടുന്ന വാല്യൂ. ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഈ സ്കോർ 60 ആണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ളൊരു സംഖ്യയാണ്. രണ്ടാണെങ്കിലും വിദ്യാർത്ഥി പാസ്സായി. പാസ് എന്നാണ് ഫോമുല നമുക്ക് തിരിച്ചു തരേണ്ടത്. അതിനുവേണ്ടി ഡബിൾ കോട്ട്സ് പാസ്, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇവിടെ സ്കോർ 73 ആണ്. പാസ് എന്നാണ് ഫോമുല ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ ഓരോ സ്കോറിനും അനുസരിച്ചുള്ള റിസൾട്ട് അടുത്ത കോളത്തിൽ വന്നാൽ കാണാം. 60 പാസ്, 100 പാസ്, 59 ഫെയിൽ, 66 പാസ്. ഇനി സ്കോർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. 93. നമുക്ക് റിസൾട്ട് മാറിയത് കാണാം. ലോഗോ ഫംഗ്ഷൻ. നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിലെ എല്ലാ അക്ഷരങ്ങളെയും ചെറിയ അക്ഷരങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന അഥവാ സ്മോൾ ലെറ്റേഴ്സ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് ലോവർ. ഈ പേരൊന്ന് ശ്രദ്ധിക്കുക. ഈ പേരിലെ എല്ലാ അക്ഷരങ്ങളെയും ചെറിയ അക്ഷരങ്ങളാക്കി മാറ്റാനായിട്ട് ഈക്വൽ ലോവർ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഈ പേരിലെ എല്ലാ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളായിട്ട് മാറിയത് കാണാം. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കോളത്തിലെ എല്ലാ അക്ഷരങ്ങളും അടുത്ത കോളത്തിൽ വന്നപ്പോൾ ചെറിയ അക്ഷരങ്ങളായിട്ട് മാറി. ഇതേ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിലെ എല്ലാ അക്ഷരങ്ങളെയും വലിയ അക്ഷരങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന അഥവാ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കി മാറ്റാൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് അപ്പർ. ഈ പേരിലെ എല്ലാ അക്ഷരങ്ങളെയും വലിയ അക്ഷരങ്ങളാക്കി മാറ്റാനായിട്ട് ഈക്വൽ അപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. ഈ പേരിലെ എല്ലാ അക്ഷരങ്ങളും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിട്ട് മാറിയത് കാണാം. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഈ കോളത്തിലെ എല്ലാ അക്ഷരങ്ങളും അടുത്ത കോളത്തിൽ വന്നപ്പോൾ വലിയ അക്ഷരങ്ങളായിട്ട് മാറി. നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിനെ പ്രോപ്പർ കേസിലേക്ക് മാറ്റാൻ, അതായത് എല്ലാ വാക്കുകളുടെയും ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരവും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറിയ അക്ഷരങ്ങളുമാക്കി മാറ്റാൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് പ്രോപ്പർ. ഈ പേര് പ്രോപ്പർ കേസിലേക്ക് മാറ്റാനായിട്ട് ഈക്വൽ പ്രോപ്പർ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പേര് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, എൻ്റർ. നമുക്ക് പേര് പ്രോപ്പർ കേസിലേക്ക് വന്നാൽ കാണാം. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ. രണ്ട് തീയതികൾ തമ്മിൽ എത്ര വർഷങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്താൻ, അല്ലെങ്കിൽ എത്ര മാസങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്താൻ, ഇനി അതുമല്ലെങ്കിൽ എത്ര ദിവസങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് ഡേറ്റ് ഡിഫ്. ഈ രണ്ട് തീയതികളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തേത് 23/11/1997, രണ്ടാമത്തേത് 24/5/2025. ഈ രണ്ട് തീയതികൾ തമ്മിൽ എത്ര വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ ഡേറ്റ് ഡിഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആദ്യത്തെ തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ തീയതി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഈ രണ്ട് തീയതികൾ തമ്മിലുള്ള ഡിഫറൻസ് വർഷങ്ങളിൽ കിട്ടാനായിട്ട് ഡബിൾ കോട്ട്സ് വൈ, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഈ രണ്ട് തീയതികൾ തമ്മിൽ 27 വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ട്. ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ആദ്യത്തെ രണ്ട് കോളങ്ങളിലെ തീയതികൾ തമ്മിൽ എത്ര വർഷങ്ങളുടെ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് അടുത്ത കോളത്തിൽ കിട്ടി.
ഇനി ഇതേ തീയതികൾ തമ്മിൽ എത്ര മാസങ്ങളുടെ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ ഡേറ്റ് ഡിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആദ്യത്തെ തീയതി കൊടുത്തുള്ള സെൽ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ തീയതി കൊടുത്തുള്ള സെൽ സെലക്ട് ചെയ്യുക, കോമ, തീയതികൾ തമ്മിലുള്ള ഡിഫറൻസ് മാസങ്ങളിൽ കിട്ടാനായിട്ട് ഡബിൾ കോട്ട്സ് എം ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഈ രണ്ട് തീയതികൾ തമ്മിൽ 330 മാസങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. വീണ്ടും തീയതികൾ തമ്മിലുള്ള ഡിഫറൻസ് ദിവസങ്ങളിൽ കിട്ടാനായിട്ട് ഈക്വൽ ഡേറ്റ് ഡിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ആദ്യത്തെ തീയതി കൊടുത്തുള്ള സെൽ സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ തീയതി കൊടുത്തുള്ള സെൽ സെലക്ട് ചെയ്യുക, കോമ, തീയതികൾ തമ്മിലുള്ള ഡിഫറൻസ് ദിവസങ്ങളിൽ കിട്ടാനായിട്ട് ഡബിൾ കോട്ട്സ് ഡി ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഈ രണ്ട് തീയതികൾ തമ്മിൽ എത്ര ദിവസങ്ങളുടെ വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ കിട്ടി. ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരാളുടെ പ്രായം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പ്രശസ്തരായിട്ടുള്ള കുറച്ച് വ്യക്തികളുടെ പേരും ജനന തീയതിയുമാണ് ഈ ടേബിളിൽ കാണുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് ഈ ഓരോ ആളുടെയും പ്രായം കണ്ടെത്താനായിട്ട് ഈക്വൽ ഡേറ്റ് ഡിഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുള്ള സെൽ സെലക്ട് ചെയ്യുക, കോമ, ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കറൻറ്റ് ഡേറ്റ് അഥവാ ഇന്നത്തെ തീയതി റിട്ടേൺ ചെയ്യുന്ന എക്സൽ ഫംഗ്ഷനാണ് ടുഡേ, കോമ, ഡബിൾ കോട്ട്സ് വൈ ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ശ്രീ മോഹൻലാലിന് ഇന്നത്തെ ദിവസം, അതായത് 2025 നവംബർ 2-ാം തീയതി എത്ര വയസ്സായെന്നുള്ളത് ഇവിടെ കിട്ടി. ഇനി ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ആളുടെയും പ്രായം നമുക്ക് കിട്ടി. മാക്സ് ആൻഡ് മിൻ ഫങ്ഷൻസ്. ഒരു ഡേറ്റാ സെറ്റിലെ ഏറ്റവും വലിയ സംഖ്യ കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് മാക്സ്. മിൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ഏറ്റവും ചെറിയ സംഖ്യ കണ്ടെത്താൻ സാധിക്കും. ഈ ടേബിൾ ശ്രദ്ധിക്കുക. കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ ഇംഗ്ലീഷ്, മാത്സ്, കമ്പ്യൂട്ടർ, ഫിസിക്സ് പരീക്ഷകൾക്ക് നേടിയ സ്കോറുകളാണ് ഈ കാണുന്നത്. ഈ ഡേറ്റയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ വലതുവശത്ത് കാണാം. ആദ്യത്തേത് ഹയസ്റ്റ് സ്കോർ ഫോർ ഫിസിക്സ്, അതായത് ഫിസിക്സ് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി നേടിയ ഏറ്റവും കൂടിയ മാർക്ക് കണ്ടെത്തണം. അതിനുവേണ്ടി ഈക്വൽ മാക്സ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫിസിക്സ് പരീക്ഷയുടെ മാർക്കുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. നോക്കുക, 96 ഫിസിക്സ് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി നേടിയ ഏറ്റവും കൂടിയ മാർക്ക്. അടുത്തത് ലോവസ്റ്റ് സ്കോർ ഫോർ മാത്സ്. കണക്ക് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി നേടിയ ഏറ്റവും കുറഞ്ഞ മാർക്ക് കണ്ടെത്താനായിട്ട് ഈക്വൽ മിൻ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കണക്ക് പരീക്ഷയുടെ മാർക്കുകൾ കൊടുത്തിരിക്കുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. 31 കണക്ക് പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥി നേടിയ ഏറ്റവും കുറഞ്ഞ മാർക്ക്. അടുത്തത് അമൽ മാത്യൂസ് ഹയസ്റ്റ് സ്കോർ. അമൽ മാത്യു എന്ന വിദ്യാർത്ഥി നേടിയ ഏറ്റവും കൂടിയ മാർക്ക് കണ്ടെത്താനായിട്ട് ഈക്വൽ മാക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അമൽ മാത്യുവിൻ്റെ മാർക്കുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. 82. അടുത്തത് ദൃശ്യ ദിനേശ് ലോവസ്റ്റ് സ്കോർ. ദൃശ്യ എന്ന വിദ്യാർത്ഥി നേടിയ ഏറ്റവും കുറഞ്ഞ മാർക്ക് കണ്ടെത്താനായിട്ട് ഈക്വൽ മിൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ദൃശ്യയുടെ മാർക്കുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. അടുത്തത് ഹയസ്റ്റ് സ്കോർ അക്രോസ് ഓൾ 4 എക്സാംസ്, അതായത് ഈ 4 പരീക്ഷകളുടെയും സ്കോറുകൾ കമ്പയർ ചെയ്ത് ഇതിലേറ്റവും വലിയ സ്കോർ കണ്ടെത്തണം. അതിനുവേണ്ടി ഈക്വൽ മാക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്കോറുകൾ കൊടുത്തിട്ടുള്ള എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യുക, എൻ്റർ. അടുത്തത് ലോവസ്റ്റ് സ്കോർ അക്രോസ് ഓൾ 4 എക്സാംസ്. ഇവയിലെ ഏറ്റവും ചെറിയ സ്കോർ കണ്ടെത്താനായിട്ട് ഈക്വൽ മിൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സ്കോറുകൾ കൊടുത്തിട്ടുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, എൻ്റർ. 22 ഈ സ്കോറുകളിലെ ഏറ്റവും ചെറിയ സ്കോർ. മാച്ച് ഫംഗ്ഷൻ. നമ്മൾ പറയുന്നൊരു വാല്യൂ അഥവാ നമ്മൾക്ക് ആവശ്യമുള്ളൊരു വാല്യൂ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് മാച്ച്. ഈ ടേബിളും ശ്രദ്ധിക്കുക. വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് കമ്പനികളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഇനി ഈ ലിസ്റ്റിൽ ഫേസ്ബുക്ക് എന്നുള്ള കമ്പനി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഈക്വൽ മാച്ച് എന്ന് ടൈപ്പ് ചെയ്യുക,
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നോക്കുക, 3 ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് മാച്ച് ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക. ഒന്നാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ. ഏത് വാല്യൂ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ആ വാല്യൂ ആണ് ലുക്കപ്പ് വാല്യൂ. ഫേസ്ബുക്ക് എന്ന പേരാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഡബിൾ കോട്ട്സ് ഫേസ്ബുക്ക് ഡബിൾ കോട്ട്സ് കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് അറേ. ഫേസ്ബുക്ക് എന്ന പേര് ഏത് ലിസ്റ്റിലാണോ സെർച്ച് ചെയ്യേണ്ടത് ആ ലിസ്റ്റാണ് ലുക്കപ്പ് അറേ. കമ്പനികളുടെ പേര് കൊടുത്തിരിക്കുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് മാച്ച് ടൈപ്പ്. എക്സാക്ട് മാച്ചിന് വേണ്ടി 0 സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഫേസ്ബുക്ക് എന്ന പേര് ഈ ലിസ്റ്റിൽ 5ാമത്തെ പൊസിഷനിലുണ്ട്. അതേസമയം ഗൂഗിൾ എന്ന പേരാണ് സെർച്ച് ചെയ്യേണ്ടെങ്കിൽ ഫോർമുല ബാറിൽ വന്നിട്ട് ഫേസ്ബുക്കിന് പകരം ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ. ഗൂഗിൾ എന്ന പേര് ഈ ലിസ്റ്റിൽ 3ാമത്തെ പൊസിഷനിലുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യേണ്ടുന്ന വാല്യൂ മാച്ച് ഫംഗ്ഷനുള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇതിന് പകരം നമ്മൾക്ക് സെർച്ച് ചെയ്യേണ്ടുന്ന വാല്യൂ ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ആ സെല്ലിൻ്റെ അഡ്രസ്സ് മാച്ച് ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് നോക്കാം. ആപ്പിൾ എന്ന പേര് ഈ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് ഈക്വൽ മാച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ. ആപ്പിളാണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ. ആപ്പിൾ എന്ന പേരുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ. ലുക്കപ്പ് അറേ. കമ്പനികളുടെ പേര് കൊടുത്തിരിക്കുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ. എക്സാക്ട് മാച്ചിന് വേണ്ടി 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ആപ്പിൾ എന്ന പേര് ഈ ലിസ്റ്റിലെ 2ാമത്തെ പൊസിഷനിലുണ്ട്. അതേസമയം ഈ ലിസ്റ്റിൽ ഇല്ലാത്തൊരു പേര് നമ്മളിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻഫോസിസ് ഫോർമുല നോട്ട് അവൈലബിൾ എറർ ആകും റിസൾട്ടായിട്ട് തരിക. ഇവിടെ ഇപ്പോൾ ഒരു കോളത്തിലുള്ള വാല്യൂസിലാണ് നമ്മൾ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചത്. ഇനി ഒരു വരിയിലുള്ള വാല്യൂസിൽ മാച്ച് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. ഈ ലിസ്റ്റിൽ സാറ്റേൺ എന്ന പേരുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി ഈക്വൽ മാച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ. സാറ്റേൺ ആണ് ലുക്കപ്പ് വാല്യൂ, കോമ. ലുക്കപ്പ് അറേ. സാറ്റേൺ എന്ന പേര് ഈ വരിയിലുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഗ്രഹങ്ങളുടെ പേരുകൾ കൊടുത്തിരിക്കുന്ന ഈ വരിയാണ് ലുക്കപ്പ് അറേ, കോമ. എക്സാക്ട് മാച്ചിന് വേണ്ടി 0, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, സാറ്റേൺ എന്ന പേര് ഈ ലിസ്റ്റിലെ 6ാമത്തെ പൊസിഷനിലുണ്ട്. അതേസമയം ഇവിടെ ഇല്ലാത്തൊരു പേരാണ് നമ്മൾ ലുക്കപ്പ് വാല്യൂ ആയിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് പ്ലൂട്ടോ, ഫോർമുല നോട്ട് അവൈലബിൾ എറർ ആകും റിസൾട്ടായിട്ട് തരിക. ഇൻഡെക്സ് ഫംഗ്ഷൻ. ഒരു ടേബിളിലെ ഇത്രാമത്തെ വരിയിലെ ഇത്രാമത്തെ കോളത്തിലെ വാല്യൂ കണ്ടെത്താൻ സഹായിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് ഇൻഡെക്സ്. ഈ ടേബിളും ശ്രദ്ധിക്കുക, 10 വരികളും 3 കോളങ്ങളുമുള്ള ഒരു ടേബിളാണിത്. ഈ ടേബിളിലെ 7ാമത്തെ വരിയിലെ 3ാമത്തെ കോളത്തിലെ വാല്യൂ കണ്ടെത്താനായിട്ട് ഈക്വൽ ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സാധാരണഗതിയിൽ 3 ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് ഇൻഡെക്സ് ഫംഗ്ഷൻ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക. ഒന്നാമത്തെ ഇൻപുട്ട് അറേ. ഡേറ്റയുള്ള ടേബിളാണ് അറേ. ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ഇൻപുട്ട് റോ നമ്പർ. 7ാമത്തെ വരിയിലെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, റോ നമ്പർ 7, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് കോളം നമ്പർ. 7ാമത്തെ വരിയിലെ 3ാമത്തെ കോളത്തിലെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, കോളം നമ്പർ 3, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, 7ാമത്തെ വരിയിലെ 3ാമത്തെ കോളത്തിലെ വാല്യൂ നമുക്ക് കിട്ടി 180. ഇനി 4ാമത്തെ വരിയിലെ 2ാമത്തെ കോളത്തിലെ വാല്യൂ ആണ് വേണ്ടതെങ്കിൽ ഈക്വൽ ഇൻഡെക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ഇൻപുട്ട് അറേ. ഡേറ്റയുള്ള സെല്ലുകൾ സെലക്ട് ചെയ്തു, കോമ. രണ്ടാമത്തെ ഇൻപുട്ട് റോ നമ്പർ 4, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് കോളം നമ്പർ 2, എൻ്റർ. 4ാമത്തെ വരിയിലെ 2ാമത്തെ കോളത്തിലെ വാല്യൂ കിട്ടി, ഓറഞ്ച്. ഇനി ടേബിളിന് പകരം ഒരൊറ്റ കോളത്തിൽ മാത്രമാണ് വാല്യൂസ് ഉള്ളതെങ്കിൽ ആ കോളത്തിലെ നമുക്ക് ആവശ്യമുള്ള പൊസിഷനിൽ നിന്ന് വാല്യൂ കണ്ടെത്താനും ഇൻഡെക്സ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് പ്രോഡക്റ്റ് എന്ന കോളത്തിലെ 8ാമത്തെ വാല്യൂ കണ്ടെത്താനായിട്ട് ഈക്വൽ
ഇൻഡെക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ഇൻപുട്ട് അറേ, പ്രോഡക്റ്റ് എന്ന കോളം സെലക്ട് ചെയ്യുക, കോമ, രണ്ടാമത്തെ ഇൻപുട്ട് റോ നമ്പർ, 8ാമത്തെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, 8, എൻ്റർ. നോക്കുക, പ്രോഡക്റ്റ് എന്ന കോളത്തിലെ 8ാമത്തെ പൊസിഷനിലെ വാല്യൂ നമുക്ക് കിട്ടി, സ്ട്രോബെറി. വിലുക്കപ്പ് ഫംഗ്ഷൻ ഒരു ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ നിന്ന് നമ്മൾ പറയുന്ന വാല്യൂ കണ്ടെത്തിയ ശേഷം അതേ വരിയിലെ മറ്റു കോളങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള വാല്യൂ തിരിച്ചു തരുന്ന എക്സൽ ഫംഗ്ഷനാണ് വിലുക്കപ്പ്. വിലുക്കപ്പ് ഫംഗ്ഷൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് നോക്കാം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. 100ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയുടെ എംപ്ലോയി ലിസ്റ്റാണ് ഈ കാണുന്നത്. ആദ്യത്തെ കോളത്തിൽ എംപ്ലോയി ഐ ഡി, രണ്ടാമത്തെ കോളത്തിൽ എംപ്ലോയിയുടെ പേര്, അതിനടുത്ത കോളത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ്, 4ാമത്തെ കോളത്തിൽ സാലറി. ഇനി ഈ ടേബിളിൽ നിന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന എംപ്ലോയി ഐ ഡികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേര് നമുക്ക് കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100ലധികം ആളുകളുടെ ഡീറ്റെയിൽസ് ഉണ്ട് ഇവിടെ. മാത്രമല്ല എംപ്ലോയി ഐ ഡീസിൻ്റെ ഓർഡറിലല്ല ഈ റെക്കോർഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ആളുകളുടെ പേര് മാനുവലായിട്ട് ഈ ടേബിളിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്നു. മാത്രമല്ല തെറ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വിലുക്കപ്പ് ഫോമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും എംപ്ലോയി ഐ ഡീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേര് സെക്കൻഡുകൾക്കുള്ളിൽ ഈ ടേബിളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഉദാഹരണത്തിന് XNC129 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ പേര് ഈ സെല്ലിൽ കിട്ടാനായിട്ട് ഈ സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, ഈക്വൽ വിലുക്കപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 4 ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് വിലുക്കപ്പ് ഫോമുല നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക. ഒന്നാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ ഏത് വാല്യൂ ആണോ സെർച്ച് ചെയ്യേണ്ടത് ആ വാല്യൂ ആണ് ലുക്കപ്പ് വാല്യൂ. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യേണ്ടത് XNC129 എന്ന എംപ്ലോയി കോഡാണ്. അതായത് XNC129 ആണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ. ഡബിൾ കോട്ട്സ് XNC129 ഡബിൾ കോട്ട്സ് കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ടേബിൾ അറേ. ഡേറ്റയുള്ള ടേബിളാണ് ടേബിൾ അറേ. ടേബിൾ സെലക്ട് ചെയ്യുക, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് കോളം ഇൻഡെക്സ് നമ്പർ. ടേബിളിലെ എത്രാമത്തെ കോളത്തിലെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത് ആ കോളത്തിൻ്റെ നമ്പറാണ് കോളം ഇൻഡെക്സ് നമ്പർ. നമുക്കിവിടെ വേണ്ടത് എംപ്ലോയിയുടെ പേരാണ്. എംപ്ലോയിയുടെ പേരുള്ളത് ഈ ടേബിളിലെ 2ാമത്തെ കോളത്തിലാണ്, 2, കോമ. 4ാമത്തെ ഇൻപുട്ട് റേഞ്ച് ലുക്കപ്പ്. XNC129 എന്ന എംപ്ലോയി കോഡ് കണ്ടെത്തിയാൽ മാത്രം എംപ്ലോയിയുടെ പേര് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഫോൾസ് എക്സാക്ട് മാച്ച് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, XNC129 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ പേര് നമുക്ക് കിട്ടി, ജെറിൻ ജോസഫ്. അതേസമയം XNC215 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ പേരാണ് വേണ്ടതെങ്കിൽ ഫോമുല ബാറിൽ വന്നിട്ട് ലുക്കപ്പ് വാല്യൂവിൻ്റെ സ്ഥാനത്ത് XNC215 എന്ന എംപ്ലോയി കോഡ് ഉപയോഗിക്കുക, XNC215, എൻ്റർ. നോക്കുക, എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കിട്ടി, ഫാത്തിമ ബഷീർ. ഇനി ഇതേ എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ സാലറിയാണ് വേണ്ടതെന്ന് വിചാരിക്കുക. നമുക്കറിയാം സാലറി ഉള്ളത് ഈ ടേബിളിലെ 4ാമത്തെ കോളത്തിലാണ്. ഫോമുല ബാറിൽ വരിക, കോളം ഇൻഡെക്സിൻ്റെ സ്ഥാനത്ത് 2ന് പകരം 4 ഉപയോഗിക്കുക, 4, എൻ്റർ. XNC215 എന്ന എംപ്ലോയി കോഡുള്ള എംപ്ലോയിയുടെ സാലറി കിട്ടി 30,000. സോ വിലുക്കപ്പ് ഫോമുല എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഇത്രയും എംപ്ലോയി കോഡുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേര് കണ്ടെത്താനുള്ള ഫോമുല എഴുതണം. ഈ സെല്ലിൽ പറഞ്ഞിരിക്കുന്ന XNC170 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കണ്ടെത്താനായിട്ട് ഈക്വൽ വിലുക്കപ്പ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒന്നാമത്തെ ഇൻപുട്ട് ലുക്കപ്പ് വാല്യൂ. XNC170 എന്ന എംപ്ലോയി കോഡാണ് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ. എംപ്ലോയി കോഡ് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, കോമ. രണ്ടാമത്തെ ഇൻപുട്ട് ടേബിൾ അറേ. ഡേറ്റയുള്ള ടേബിൾ സെലക്ട് ചെയ്യുക, നമ്മൾ ഈ സെലക്ട് ചെയ്ത ടേബിളിൻ്റെ അഡ്രസ്സ് ലോക്ക് ചെയ്യാനായിട്ട് കീബോർഡിലെ F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. F4. നോക്കുക, സെൽ റെഫറൻസുകൾക്കിടയിൽ $സൈൻ ആഡ് ചെയ്യപ്പെട്ടു. അതായത് ടേബിളിൻ്റെ അഡ്രസ്സ് ലോക്ക് ചെയ്യപ്പെട്ടു, കോമ. മൂന്നാമത്തെ ഇൻപുട്ട് കോളം ഇൻഡെക്സ് നമ്പർ.
രണ്ടാമത്തെ കോളത്തിലെ പേരാണ് നമുക്ക് വേണ്ടത്. 2 കോളം ഇൻഡെക്സ് നമ്പർ, കോമ. 4ാമത്തെ ഇൻപുട്ട് റേഞ്ച് ലുക്കപ്പ്, ഫോൾസ് സെലക്ട് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. XNC 170 എന്ന എംപ്ലോയി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയിയുടെ പേര് കിട്ടി, വിവേക് മുരളി. ഇനി ഈ സെല്ലിലെ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 10 എംപ്ലോയി കോഡുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേര് കിട്ടി. XNC 144 എലിസബത്ത് മാത്യു, XNC 255 രാകേഷ്, XNC 129 ജെറിൻ ജോസഫ്. ഇനി പേരുകൾക്ക് പകരം എംപ്ലോയി ഐഡികൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റ് ആണ് വേണ്ടതെങ്കിൽ ഫോർമുല ബാറിൽ വരിക, കോളം ഇൻഡെക്സ് നമ്പറിൻ്റെ സ്ഥാനത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള കോളത്തിൻ്റെ നമ്പർ ഉപയോഗിക്കുക. 3, എൻ്റർ. ഈ ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സൽ ഫംഗ്ഷൻസിന് പുറമെ എക്സൽ 1 നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നൊരു ഓൺലൈൻ എക്സൽ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മറ്റൊരു എക്സൽ ഡിപ്പാർട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.